നമുക്കേ ഒരു ഫേമസ് കേവ് കാണാൻ പോവാം. അപ്പോൾ ഇത് സ്കോട്ട്ലൻഡിലെ വിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കേവാണ്. ഇതിൻ്റെ പേരാണ് ടിങ്കേഴ്സ് കേവ്. ഇപ്പം ഈ 1950s വരെയൊക്കെ ആളുകൾ കേവിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം ഈ ഐസൊലേറ്റഡ് റിമോട്ട് ഏരിയയിൽ ഒരു കേവ് ഉണ്ട്. 1915s വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ പുതിയ ലോ കൊണ്ടുവരികയും ആളുകൾ കേവുകളിൽ താമസിക്കുന്നത് ഇല്ലീഗലാക്കുകയും ചെയ്തു. അന്ന് തൊട്ടൊക്കെയാണ് ശരിക്കും കേവുകളിലെ താമസം തീർന്നത്. അതിനു മുമ്പൊക്കെ ആളുകൾ കേവിൽ താമസിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കേവ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ വിക്കിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ കേവ് കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. ഭയങ്കര വിൻഡിയാണ്, കോൾഡ്, നോർത്ത് സീ എന്നുള്ള ഒരു സ്ട്രോങ് കോൾഡ് വിൻഡ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ചെറിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോയിട്ട് നമുക്ക് കേവ് കാണാം. അപ്പം കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് വരാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഇറങ്ങണം ഇതിലെ കൂടെ. ഓക്കെ, നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കോട്ട്ലൻഡിൽ ഇഷ്ടംപോലെ ഉള്ളൊരു സംഭവമാണ് ഈ സീകൾ. ചില സമയത്ത് ഇതിൻ്റെ ശല്യം ഉണ്ടല്ലോ, ഭയങ്കര ശല്യമാണ്. കുറച്ച് സ്ലിപ്പറി റോക്സ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ബൂട്ട് ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. വളരെ സൂക്ഷിച്ച് മാത്രം നടക്കുക. ഈ കല്ലിലൊക്കെ പായൽ പിടിച്ചിട്ടേ ചെറുതായിട്ട് തെന്നലുണ്ടാവും. ഇതാണ് ആ കേവ്. ഇതുപോലെ കുറേ ചെറിയ ചെറിയ കേവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. കുറച്ചൊന്നല്ല, നല്ല സ്ലിപ്പറിയാണ്. അതുകൊണ്ട് ഉള്ളിലോട്ട് ഞാൻ പോണില്ല, ജസ്റ്റ് ഇതൊന്ന് കാണണമെന്നുണ്ട്, അതൊന്ന് കണ്ടു. ഉള്ളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി അഡ്വഞ്ചറസ് പരിപാടി തന്നെയാണ്. നല്ല സ്ലിപ്പറിയാണ്, കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് പായൽ പിടിച്ച് നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ഗിയേഴ്സൊക്കെ ഇട്ട് വന്ന് വേണമെങ്കിൽ ഉള്ളിൽ പോകാം. ഗ്രേറ്റ് ബ്രിട്ടനിലെ കേവ് ഡ്വെല്ലിംഗ് ഒരു 19th century വരെ വളരെ കോമൺ ആയിരുന്നു. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ടിങ്കേഴ്സ് കേവ്. 1915 അണ്ടർ ഡിഫൻസ് ഓഫ് ദ റെലം ആക്ട് പ്രകാരം ആളുകളെ ഇവിടെ താമസിപ്പിക്കുന്നത് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്ത്. കാരണം ഇവിടെ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അത് എനിമീസിനെ അട്രാക്ട് ചെയ്യുമെന്നുള്ള പ്രശ്നം കാരണമാണ്. 1866 ഈ കേവ് വിസിറ്റ് ചെയ്ത ഡോക്ടർ ആർത്തർ മിച്ചിൽ ഇവിടെ 24 കുടുംബങ്ങൾ താമസിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ഗുഹയിൽ തന്നെ നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്നെങ്കിലും അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറും ഫ്രണ്ട്സും ഇത് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ആളുകൾ അവർക്ക് നല്ല വെൽക്കമാണ് കൊടുത്തത്. സിഗരറ്റും കുടിക്കാൻ വെള്ളവും ഒക്കെ കൊടുത്തെന്ന് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേവിനുള്ളിലെ പാറകളിൽ വൈക്കോലും പുല്ലും ഒക്കെ വിരിച്ച് ബെഡ് ഉണ്ടാക്കിയാണ് ആൾക്കാർ അവിടെ കടന്നിരുന്നത്. ആൾക്കാർക്കൊക്കെ വൃത്തികെട്ട കീറി പറഞ്ഞ പുതപ്പുകളൊക്കെ ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഈ നോർത്ത് സീയിലെ കോൾഡ് വെതർ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് ആ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. ഈ ഗുഹയ്ക്കുള്ളിൽ ഫാമിലീസ് എന്ന് പറയുമ്പോൾ അതിൽ കൊച്ചു കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ആളുകൾ ഇതിൽ ഫുള്ള് നേക്കഡ് ആയിട്ട് വരെയാണ് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനുള്ളിൽ കയറണമെങ്കിൽ നല്ല ഡ്രൈ വെതർ ആയിരിക്കണം, ഇവിടെ പായലൊന്നും കാണരുത്. അതുപോലെ തന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന നല്ല പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ ആയിട്ട് വന്ന് ഒരാളുടെ കൂടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇതിൻ്റെ അകത്ത് പോകാവുള്ളൂ. കാരണം നന്നായിട്ട് സ്ലിപ്പ് ആവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോകാനുള്ള ആ ശ്രമം ഉപേക്ഷിച്ചു. മുകളിൽ വന്നപ്പോൾ എനിക്ക് വേറൊരു സംഭവം കൂടി കാണാൻ പറ്റി. ഇവിടെ ട്രിങ്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ റോക്കിൽ. ആക്ച്വലി ഇവിടെ ട്രിങ്കി എന്നറിയപ്പെടുന്ന ഒരു സീ വാട്ടർ പൂളുണ്ട്. ഇത് നല്ല ഹോട്ട് സമ്മർ ടൈമിൽ പിക്നിക്കൊക്കെ നടത്താൻ വരുന്നവരും ഫാമിലീസ് ആയിട്ട് വരുന്നവരും ഒക്കെ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ ട്രിങ്കി എന്ന് പറയുന്ന സ്കോട്ടിഷ് വേർഡിൻ്റെ അർത്ഥം ട്രെഞ്ച് എന്നാണ്. ഇതൊരു 70 വർഷം പഴക്കമുള്ള ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. NC500 ഞാൻ ചെയ്ത ഒരു ബെസ്റ്റ് അഡ്വഞ്ചറസ് ട്രിപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. റോഡ് കുറച്ച് മോശമായിരുന്നു, പക്ഷെ നമ്മുടെ വാഹനം പുല്ലുപോലെ കയറി. സ്കോട്ട്ലൻഡിന്റെ നോർത്തിലെ ഏറ്റവും റിമോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും റിമോട്ട് ഒരു സ്ഥലമാണ്. ഇവിടെ നടക്കാനായിട്ട് വന്ന കുറച്ച് ആളുകളെ മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വലിയ വീക്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഇച്ചിരി സമാധാനമായി. ഇവിടെ പിന്നെ മഴ 7 മണിക്ക് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ പെയ്യും. അതുകൊണ്ട് നല്ല മഴ. അതുപോലെ തന്നെ നോർത്ത് സീയിലെ നല്ല കോൾഡ് വിൻഡ് അടിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. നേരെ വിട്ടു പോവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.